ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ അതേ ടേസ്റ്റിൽ എങ്ങനെ വീട്ടിലും പഴംപൊരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം 5 ടേബിൾ സ്പൂണോളം മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളുടെ പഴംപൊരിക്ക് ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, അപ്പോൾ നമ്മളുടെ ബാറ്റർ ലൂസായി പോവും. ആവശ്യത്തിനുള്ള വെള്ളം നോക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു തിക്ക് ബാറ്ററാക്കി മാറ്റാം. അപ്പോൾ നമ്മളുടെ പഴംപൊരിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം പഴംപൊരിയുടെ ബാറ്ററിന്. അധികം ലൂസും ആവരുത്, അധികം തിക്കും ആയി പോകരുത്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മളുടെ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴംപൊരിക്ക് സാധാരണയായിട്ട് നേന്ത്രപ്പഴം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നീളത്തിൽ കുറച്ച് കട്ടി കുറഞ്ഞിട്ടാണ് മുറിച്ച് വെച്ചിട്ടിരിക്കുന്നത്. ഈ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ലൈറ്റായിട്ട് ചൂടായതിന് ശേഷം നമ്മളുടെ പഴം ബാറ്ററിൽ മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക 2 സൈഡും. അതിനുശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പഴവും ബാറ്ററിൽ കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. അല്ലെങ്കിൽ ബാറ്റർ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന ബാറ്ററാണ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഒരു സൈഡ് ആയതിനു ശേഷം അടുത്ത സൈഡിലേക്ക് കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ബാറ്ററിൽ 2 സൈഡിലും കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ വീട്ടിലും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുക്കളക്കൂട്ടിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.